അനശ്വര, എനിക്ക് തോന്നുന്നു ഈ ദുരന്ത മേഖലയിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ അങ്ങനെ ചെല്ലുന്ന ഒരാളാണ് അനശ്വര എന്ന് തോന്നുന്നു. ഇത്രയും നേരമായി അവിടെ ചെലവഴിക്കുമ്പോൾ അനശ്വരയ്ക്ക് അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുന്ന ദിവസം അതെന്തൊക്കെയാണ് അനശ്വര? മോത്തി, ഈ പുഞ്ചിരിമട്ടത്ത് ഞാൻ ആദ്യമായിട്ടല്ല ഒരു വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കണ്ട പുഞ്ചിരിമട്ടമല്ല ഇത്. നമുക്കറിയാം പുഞ്ചിരിമട്ടം എത്ര സൗന്ദര്യമുള്ളൊരു പേരാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രകൃതി മാറ്റിവെച്ചിട്ടുണ്ട്, പച്ചപ്പുമൊക്കെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും, ഒരു ജൂലൈ 30 അല്ലെങ്കിൽ ജൂലൈ 29 മുൻപ് വരെ ഇത് പുഞ്ചിരിമട്ടമായിരുന്നു. ഈ പേര് വന്നത് തന്നെ ഈ കുന്നിൻ ചെരുവിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് ചിരിച്ചാൽ പോലും ഈ അട്ടഹാസമായിട്ട് കേൾക്കും. ആ സന്തോഷം മുഴുവൻ ആളുകളിലേക്ക് എത്തുന്ന അത്രയും നിഷ്കളങ്കരായ ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പുഞ്ചിരിമട്ടം. ഒരുപാട് ആളുകൾ ഒന്നിച്ച് ചേർന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഈ നേരത്തെ മധുചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെ മതത്തിൻ്റെ ഒന്നും വ്യത്യാസമില്ലാതെ ആളുകൾ തിങ്ങി പാർത്തിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് ഒരു ശ്മശാന ഭൂമിയാണ്. ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഒരുപാട് വീടുകളുണ്ട്, അതിൻ്റെ പകുതിയൊക്കെ പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അങ്ങനെ പറയാമോ എന്നറിയില്ല, പക്ഷെ ഒരു ശവപ്പറമ്പ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഏതൊരു പ്രകൃതി ദുരന്തത്തിൻ്റെയും ശേഷിപ്പുകൾ ഒത്തിരി ഉണ്ടാവുമല്ലോ. ഇവിടെയുണ്ട് അതുപോലെ ഒരു കാറ് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം ഞങ്ങൾ കണ്ടു. അതുപോലെ ഓരോ കുട്ടികളുടെ ഉടുപ്പുകൾ, പാവകൾ, ഇങ്ങനെ ഓരോന്ന് കിടക്കുകയാണ്. പല പല ഓർമ്മകളാണ് ഇത് ബാക്കി വെക്കുന്നത്. ഇപ്പം ജനകീയ തിരച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ പേര് കേൾക്കാൻ ജനകീയ തിരച്ചിൽ, ജനകീയമായി എല്ലാവരും വന്ന് അവരുടെ ഉറ്റവരെ തിരയുന്നു എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ തിരയുന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് വരെ തലേ രാത്രി വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെയാണ് തിരയുന്നത്. അവസാനമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ആളുകളെ അവരുടെ കയ്യോ കാലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരച്ചിൽ നടത്തുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഇതിനടിയിൽ ആരുടെയെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതിനു വേണ്ടിയിട്ട് ആളുകൾ വരുമ്പം എങ്ങനെയായിരിക്കും അവരെ നമ്മൾ കാണാമെന്ന് പോലും നമുക്കൊരു ധാരണയുമില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ക്യാമ്പിൽ നിന്ന് കുറച്ചു പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അതിന് വേറൊരു തലം കൂടിയുണ്ട്. കാരണം മാനസികമായി അത്രയധികം തകർന്നു പോയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് കുറച്ചെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ മാത്രം വെച്ചിട്ടാണ് അവരുടെ ഉറ്റവരെ തേടാൻ വരുന്നത്. നമ്മൾ ഇവിടെ ഈ പറയുന്നത് പോലെ പുത്തുമലയിൽ കൂട്ടമായിട്ട് ആളുകളെ സംസ്കരിച്ചപ്പോൾ അതിൽ കൈയും കാലും വിരലും ഒക്കെ ആയിട്ട് നമ്മൾ സംസ്കരിച്ച് അവിടെ പ്രാർത്ഥന നടത്തി. ഓരോ സ്ഥലങ്ങളിലും ഏത് മതത്തിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ ഒരാളെ സംസ്കരിക്കുന്ന സമയത്ത് അത്രയും ബഹുമാനത്തോടു കൂടി നമ്മൾ സംസ്കാരം നടത്തുമല്ലോ. എന്നിട്ട് അവിടെ നമ്മൾ എഴുതും ജനനം ഇന്ന ദിവസം, മരണം ഇന്ന ദിവസം എന്നുള്ളത്. പക്ഷേ ഇവിടെ ഉണ്ടായ 415 പേരുടെ അവരുടെ അതിൽ 200 അത്രയും ആളുകളുടെ മൃതദേഹം കിട്ടി. അല്ലാതെ 90% മുകളിൽ അല്ലെങ്കിൽ 90% താഴെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടി. അവരുടെ എല്ലാം മരണ ദിവസം ഒന്നായി മാറി എന്നുള്ളതാണ്. അതിൽ പ്രായഭേദമന്യാണ്. 2 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്, 85 വയസ്സുള്ള ആളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും ആകുമെന്നും ഒന്നിച്ചിങ്ങനെ ഒരു സ്ഥലത്ത് ജീവൻ അറ്റുകിടക്കുമെന്നൊന്നും ആരും കരുതിയിട്ടുണ്ടാവില്ല. അപ്പം ഇന്നത്തെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ചാൽ ആരും കേൾക്കില്ല, ചിരിച്ചാൽ അട്ടഹസിക്കാൻ അപ്പുറേ ആളുകളില്ല. പകരം ഇങ്ങനെ കുറേ കല്ലും മണ്ണും മാത്രം ചെതറി നമ്മളൊക്കെ പറയുമല്ലോ, ഈ നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ എന്താന്നുള്ളത് ദുരന്തമുണ്ടായി 11ാം ദിവസം നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന. ഇനി കുറച്ചുകൂടി കഴിയുമ്പം ആളുകൾ വന്നു കഴിഞ്ഞ് നമ്മളൊക്കെ നമ്മുടെ കാണാതെ പോയ സാധനങ്ങളൊക്കെ തിരയില്ലേ. തിരഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അത് തിരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരികെ പോകുമല്ലേ. പക്ഷേ ഈ മനുഷ്യർ എങ്ങനെ തിരികെ പോകും എന്നുള്ളതാണ്. ആരോരുമില്ലാതെ ഒരു വീട്ടിലെ 11 പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാളെയെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ബലിയിടാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ എന്നറിയാനാണ് അവർ വരുന്നത്. ഇവിടെയുള്ള ആളുകൾ മനുഷ്യൻ ഒരേ സമയം നിസ്സഹായനാവുകയാണ്, ധൈര്യമുള്ളവരാവുകയാണെന്ന് കാണിക്കുന്ന ഒരു രംഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുന്നത്. കാരണം നമ്മളിവിടെ കുറേ മനുഷ്യരെ കണ്ടു, അവരെല്ലാം മരവിച്ച മുഖത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ദൈനംദിന കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഈ വരുന്ന വഴിക്കൊക്കെ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുന്നു. കാരണം പശുവിനൊക്കെ അകിട് വീങ്ങി അങ്ങനെ വളർത്തുമൃഗങ്ങളാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരാളെ മാത്രം അവിടുന്ന് ബെയിലി പാലത്തിലൂടെ പോലീസുകാർ കടത്തിവിടാണ്. പോകുന്നു, പശുവിനെ കറന്നിട്ട് പാല് കളഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്.
ഇങ്ങനെയുള്ള കുറേ ജീവിതങ്ങളുണ്ട്. ഇവിടെയൊക്കെ കുറേ വീടുകൾ കാണാം. ഈ വീടുകളിലൊന്നും ആളുകളില്ല, അനക്കങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടുന്നൊക്കെയോ ഒരു കിളിയുടെ ശബ്ദവും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഭയങ്കര രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണെന്ന്. നമ്മളീ നിൽക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെയാണ് പുഴയും മണ്ണും കല്ലും ചെളിയും ഒക്കെ ഒലിച്ചു പോയത്. പക്ഷേ ഇന്ന് നോക്കി ഏറ്റവും ശാന്തമായ രീതിയിൽ ഒരു തോട് പോലെ മാത്രം എല്ലാം കഴിഞ്ഞു. എൻ്റെ ചുമതലകളൊക്കെ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത്രയും അധികം മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ശാന്തഭാവത്തിൽ ഈ പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതിങ്ങനെ ശാന്തമായി ഇനി ഒഴുകട്ടെ. ഇനിയൊരു ദുരന്തത്തെ അതിജീവിക്കാനോ ഇനിയൊരു ദുരന്തത്തെ നേരിടാനോ ഈ നാടിന് കഴിയില്ല. അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ജനകീയ തിരച്ചിൽ എന്ന് പറയുന്ന ആളുകൾ കൂട്ടമായി വന്ന് അവരുടെ ഉറ്റവരെ തേടുന്ന സമയത്ത് അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആരെയെങ്കിലും കണ്ടുകിട്ടട്ടെ എന്ന് ആശിച്ചു പോവുകയാണ് ഈ ദുരന്ത ഭൂമിയിൽ ഈ 11ാം ദിവസം നിൽക്കുമ്പോൾ. മൂത്തി തീർച്ചയായിട്ടും അനശ്വര